പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എലിപ്സ്. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ എലിപ്സ്? ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊരു സർക്കുലാർ ഷേപ്പിലുള്ളൊരു റിംഗ് ആണെന്ന് വിചാരിക്കുക. വളരെ സ്മൂത്തായിട്ടുള്ളൊരു റിംഗ് ആണ്. ഞാനിതിനെ പ്രസ് ചെയ്യുകയാണ്. മുകളിൽ നിന്നും താഴെ നിന്നും ഞാനിതിനെ പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിങ്ങിൻ്റെ ഷേപ്പ് എങ്ങനെ വരും? ഇതേപോലെ വരും. സ്വല്പം പരന്നിട്ടായിരിക്കും വരാം അല്ലേ? ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് എലിപ്സ്. ക്ലിയർ ആയല്ലോ? എലിപ്സ് ഇങ്ങനെ വരാം, അതല്ലെങ്കിൽ വേറെ രീതിയിലും വരാം. രണ്ട് രീതിയിലുള്ള എലിപ്സാണ് നമ്മുടെ സിലബസിലുള്ളത്. എങ്ങനെയും വരാം വേണമെങ്കിൽ. ഈ റിങ്ങിനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഷേപ്പ് ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് എലിപ്സാണ് നമ്മളെ സിലബസിലുള്ളത്. എലിപ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ് നമുക്ക് നോക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു, ഒരു എലിപ്സ് വരച്ചു. നമ്മൾ എലിപ്സിൻ്റെ സെൻറ്റർ ഒറിജിൻ ആവുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഈ പോയിൻ്റ് ആണല്ലോ എലിപ്സിൻ്റെ സെൻറ്റർ, അത് ഒറിജിൻ ആവുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള എലിപ്സിൻ്റെ സെൻറ്റർ എല്ലാം ഒറിജിൻ ആയിരിക്കും. സപ്പോസ് ഈ എലിപ്സ് എക്സ് ആക്സിസിനെ എയിലും എ ഡാഷിലും വെച്ച് കട്ട് ചെയ്തെന്ന് വിചാരിക്കും. വിഡ്ത്ത് കൂടുതലുള്ളത് എക്സ് ആക്സിസ് ആണല്ലോ. ഓക്കെ, ഈ എലിപ്സ് കൂടുതൽ ലെങ്ത്ത് ഷെയർ ചെയ്തിരിക്കുന്ന എക്സ് ആക്സിസ് ആയിട്ടാണ്. ആ എൻ പോയിൻറ്റ്സ് നമുക്ക് അറിയാം. സപ്പോസ് എ ഡാഷ് എ ആണ്. അപ്പോൾ എലിപ്സിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു എലിപ്സിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എലിപ്സിനുള്ളിൽ രണ്ട് പോയിൻ്റ് ഉണ്ടാവും. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും. ഈ രണ്ട് പോയിൻ്റ് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കൈ. ഫോക്കസിൻ്റെ പ്ലൂരലാണ്. ഇതൊരു ഫോക്കസ്, ഇതൊരു ഫോക്കസ്. ഒരേ ഡിസ്റ്റൻസ് അകലെ, ഒറിജിനിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയായിട്ട് ലെഫ്റ്റിലും റൈറ്റിലായിട്ട് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളതിനെ പറയുന്ന പേരാണ് ഫോക്കൈ. എലിപ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സപ്പോസ് പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എലിപ്സിനകത്ത് ഉള്ളൊരു പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. പി എന്ന് പറഞ്ഞ പോയിൻ്റ് എലിപ്സിൽ എവിടെ വേണമെങ്കിലും വരാം കേട്ടോ. പി ഇവിടെ വരാം, ഇവിടെ വരാം, എവിടെ വേണമെങ്കിലും വരാം. പി എന്ന് പറഞ്ഞാൽ സംവെയർ ഓൺ ദ എലിപ്സ്. പി എന്ന് പറഞ്ഞ പോയിൻ്റ് എലിപ്സിലുള്ള ഒരു പോയിൻ്റാണ്. ഞാൻ പി എന്ന് ആദ്യത്തെ ഫോക്കസിലോട്ട് ജോയിൻ ചെയ്തു. അതുപോലെ പി എന്ന് രണ്ടാമത്തെ ഫോക്കസിലോട്ട് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് PF1 കിട്ടി, PF2 കിട്ടി. ശരിയല്ലേ? പി എന്ന് പറഞ്ഞ പോയിൻ്റ് എലിപ്സിൽ എവിടെ വേണമെങ്കിലും വരാം. ഒരു എലിപ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എലിപ്സിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഇഫ് പി ഈസ് എ പോയിൻ്റ് ഓൺ ദ എലിപ്സ്, അങ്ങനെയാണെങ്കിൽ PF1 പ്ലസ് PF2 ഇത് രണ്ടിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സമ്മ് ഫിക്സഡ് ആയിരിക്കും. സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസസ് എന്ന് വേണമെങ്കിൽ പറയാം. പി എലിപ്സിൽ എവിടെ വന്നാലും ശരി, PF1 പ്ലസ് PF2 ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഈക്വൽ ടു എ ഫിക്സഡ് നമ്പർ. ഫിക്സഡ് വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ ശരിക്കും വരുന്നത് എ ഡാഷ് എനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ എലിപ്സ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് F1 ആൻഡ് F2 ബി ദ ടു ഫിക്സഡ് പോയിൻറ്റ്സ് കോൾഡ് ഫോക്കൈ. F1 ആൻഡ് F2 ബി ടു ഫിക്സഡ് പോയിൻറ്റ്സ്. പി എന്ന് പറഞ്ഞാൽ സംവെയർ. പി എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം. സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ PF1 പ്ലസ് PF2 എ ഫിക്സഡ് നമ്പർ. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാറ്റിസ്ഫൈയിങ് PF1 പ്ലസ് PF2 എ ഫിക്സഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ പി മൂവ് ചെയ്യുന്ന പാത്ത് ഒരു എലിപ്സ് ആയിരിക്കും. ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ.